9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്ററാണ് ടോയ്സ് ടു ടീൻസ്. ഇത് എഴുതിയിരിക്കുന്നത് 3 പേര് ചേർന്നാണ്. വിക്ടർ സി സ്ട്രാസ്ബർഗർ, ബാർബറ ജെ വിൽസൺ, എമി ബി ജോർദാൻ. 8-year-old Grace came home from 3rd grade one day and announced to her mother. ഒരു ദിവസം 8 വയസ്സുള്ള ഗ്രേസ് 3ാം ക്ലാസ്സിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം അമ്മയോട് പ്രഖ്യാപിച്ചു, ഐ നീഡ് എ മോൺസ്റ്റർ ഹൈ ടോൾ ഫോർ ഹാലോവീൻ മോം. എനിക്ക് ഹാലോവീൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു മോൺസ്റ്റർ ഹൈ ഡോളിനെ വേണം. മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ലാർജ്, അഗ്ലി, ഫ്രൈറ്റനിങ് ക്രിയേച്ചേഴ്സ് ആണ്. വളരെ വികൃത രൂപങ്ങളെയാണ് മോൺസ്റ്റർ എന്ന് പറയുന്നത്, നമുക്ക് പേടിയുളവാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡോളിനെ ഹലോവീൻ ഫെസ്റ്റിവലിന് വേണമെന്ന് പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ ഒരു ഫെസ്റ്റിവലാണ് ഹലോവീൻ. അന്ന് എല്ലാവരും വികൃത രൂപങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള രൂപങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുക. അതായത് മനുഷ്യൻ്റെ രൂപങ്ങളല്ല, മറ്റു രൂപങ്ങളൊക്കെ ധരിച്ച് വളരെ ഫണ്ണി ആയിട്ടൊക്കെ പുറത്തിറങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റിവലിന് തനിക്ക് മോൺസ്റ്റർ ഹൈ ഡോളിനെ വേണമെന്നാണ് പറഞ്ഞത്. ദ വൺ ഐ ലൈക്ക് ഈസ് നെയിംഡ് ഡ്രാക്കുളോറ. ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് ഡ്രാക്കുളോറ എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്രാക്കുള ഇംഗ്ലീഷിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്, പേടിപ്പെടുത്തുന്ന ഒരു നോവലാണ്. അപ്പോൾ അതിൻ്റെ പേരിട്ടാണ് ഗ്രേസ് ഈ ഡോളിനെ വിളിക്കുന്നത്. ഹെർ മദർ വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ് ഗിവൺ ദാറ്റ് ഗ്രേസ് ഹാഡ് നോട്ട് എക്സ്പ്രസ്ഡ് എനി ഇൻട്രസ്റ്റ് ഇൻ സച്ച് എ ഡോൾ ബിഫോർ. ഗ്രേസിൻ്റെ മദർ വളരെയധികം സർപ്രൈസ്ഡ് ആയി, കാരണം ഇതിനു മുമ്പൊന്നും ഇങ്ങനെയൊരു താല്പര്യം അവൾ പ്രകടിപ്പിച്ചിട്ടില്ല. വാട്ട്സ് എ മോൺസ്റ്റർ ഹൈ ഡോൾ, ഹെർ മദർ ആസ്റ്റ്. അമ്മ ചോദിച്ചു, എന്താണ് മോൺസ്റ്റർ ഹൈ ഡോൾ എന്ന് പറഞ്ഞാൽ? ദേ ആർ കൂൾ മാം. ദേ ഓൾ ഹാവ് മോൺസ്റ്റർ നെയിംസ് ലൈക്ക് ഫ്രാങ്കൻസ്റ്റെയിൻ ആൻഡ് ക്ലോവിഡീൻ വോൾഫ്, ബട്ട് ഐ ലൈക്ക് ഡ്രാക്കുളോറ. അവർ വളരെ രസകരമായ ആൾക്കാരാണ്. അവർ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഫ്രാങ്കൻസ്റ്റെയിൻ എന്ന പേരിലുണ്ട്, ക്ലൗഡീൻ വോൾഫ് എന്ന പേരിലുണ്ട്. ഫ്രാങ്കൻസ്റ്റെയിനും മേരി ഷെല്ലി എഴുതിയ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. അതും ഇതുപോലെ പേടി ഉളവാക്കുന്ന ഒരു നോവലാണ്, ഒരു ഹൊറർ നോവലാണ്. അപ്പോൾ ആ പേരുകളിലൊക്കെയാണ് ഈ ഡോൾസ് അറിയപ്പെടുന്നത്. ഷീ ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ, പിങ്ക് ബൂട്ട്സ് ആൻഡ് എ പെറ്റ് ബാറ്റ്. ഈ ഡ്രാക്കുളോറയ്ക്ക് വളരെ നീളമുള്ള കറുത്ത തലമുടിയുണ്ട്, പിങ്ക് കളറുള്ള ബൂട്ട്സ് ഉണ്ട്, അതുപോലെ ഒരു പെറ്റായിട്ട് വളരെ ഓമനിച്ച് വളർത്തുന്ന ഒരു ബാറ്റുമുണ്ട്. ഐ ലവ് ഹെർ ഔട്ട്ഫിറ്റ്സ് റിപ്ലൈഡ് ഗ്രേസ്. ഞാൻ അവളുടെ വേഷവിധാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു, ഇതുകൊണ്ടൊക്കെയാണ് എനിക്കതിനെ വേണമെന്ന് പറയുന്നത്. ഹൗ ഡു യു നോ അബൌട്ട് ദീസ് ഡോൾസ്, ഹെർ മദർ ആസ്റ്റ്. അമ്മ ചോദിച്ചു, നീ ഇതിനെപ്പറ്റിയൊക്കെ എവിടെ നിന്നാണ് അറിഞ്ഞത്? മാഡി ടോൾഡ് മീ അബൌട്ട് ദം. വി വാച്ച്ഡ് സം ഓഫ് ദെയർ വീഡിയോസ് അറ്റ് മാഡീസ് ഹൗസ് ആൻഡ് വി ഈവൻ പ്ലേഡ് എ കമ്പ്യൂട്ടർ ഗെയിം. മോം, ഡ്രാക്കുളോറ ഹാസ് ഹെർ ഓൺ വെബ്സൈറ്റ് സെറ്റ് ഗ്രേസ്. അപ്പോൾ ഗ്രേസ് പറഞ്ഞു, മാഡി എന്നോട് പറഞ്ഞു. മാഡി എന്ന് പറയുന്നത് ഗ്രേസിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ മാഡിയുടെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടു. ഞങ്ങൾ അങ്ങനത്തെ വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ചു, അതുപോലെ കമ്പ്യൂട്ടർ ഗെയിമും കളിക്കാറുണ്ട്. ഡ്രാക്കുളോറയ്ക്ക് അവളുടേതായിട്ടൊരു വെബ്സൈറ്റ് പോലും ഉണ്ട്. വാട്ട് ഡു ദ ഡോൾസ് ഡു ഇൻ ദീസ് വീഡിയോസ്, പ്രോബ്ഡ് ഹെർ മദർ. പ്രോബ്ഡ് എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. അമ്മ വീണ്ടും വീണ്ടും അന്വേഷിച്ചു, അവരെന്താണ് ആ വീഡിയോയിൽ ചെയ്യുന്നത്. ദേ പുട്ട് ഓൺ മേക്കപ്പ് ആൻഡ് റൈറ്റ് ഇൻ ദെയർ ഡയറീസ്. ദേ ഓൾ ഗോ ടു മോൺസ്റ്റർ ഹൈ ടുഗെദർ, ഗ്രേസ് റിപ്ലൈഡ്. ആ വീഡിയോയിൽ ഇവർ മേക്കപ്പ് ഇടും, അതുപോലെ ഡയറികളൊക്കെ എഴുതും. അതിനുശേഷം ഇവരെല്ലാവരും ഒരുമിച്ച് സഞ്ചരിക്കും. അതാണ് വീഡിയോസിൽ ഇവർ ചെയ്യുന്നത്. The next trip to a shopping mall nearby, Grace spotted a display of monster high dolls in one of the aisles and shrieked, Mom, can I have one please? അടുത്ത ദിവസം അവർ ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ ഗ്രേസ് ഒരു മോൺസ്റ്റർ ഹൈ ഡോളിനെ അമ്മയ്ക്ക് ചൂണ്ടിക്കാണിച്ചു. ഇൻ വൺ ഓഫ് ദി അയൽസ്. അയൽസ് എന്ന് പറയുന്നത് പാസേജ് ആണ്. ഷോപ്പിംഗ് മാളിനൊക്കെ ഇടയിലൂടെ നമുക്ക് നടക്കാനുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അതിനെയാണ് പാസേജ് എന്ന് പറയുന്നത്. ഷ്രീക്ഡ് എന്ന് പറഞ്ഞാൽ അലറി വിളിച്ചു, ഒച്ചത്തിൽ പറഞ്ഞു. മോം, ക്യാൻ ഐ ഹാവ് വൺ പ്ലീസ്? എനിക്ക് ഒരെണ്ണം വാങ്ങിത്തരുമോ എന്ന് ഗ്രേസ് അമ്മയോട് ചോദിച്ചു. ഗ്രേസ് മോം ചെക്ക്ഡ് ദ പ്രൈസ് ആൻഡ് റിലക്റ്റൻ്റ്ലി പുട്ട് വൺ ഓഫ് ദി 21.99 ഡോൾസ് ഇൻ ടു ദി ഷോപ്പിംഗ് കാർട്ട്. അപ്പോൾ അമ്മ അതിൻ്റെ വില നോക്കി മടിയോടെ, റിലക്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ മടിയോടെ, അതെടുത്ത് ഷോപ്പിംഗ് കാർട്ടിലേക്ക് ഇട്ടു. അതിൻ്റെ വിലയാണ് $21. Along with millions of other parents, she caved in what has been called the knack factor in the world of advertising.
മില്യൺസ് ഓഫ് അതർ പേരൻസ്. അപ്പം മറ്റു മില്യൺസ് ഓഫ് അതർ പേരൻസിനെ പോലെ തന്നെ ഗ്രേസിൻ്റെ അമ്മയും വളരെ മടിയോടെ കുട്ടി പറഞ്ഞത് മേടിച്ചു കൊടുത്തു. അതിനെയാണ് നാഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് വീണ്ടും വീണ്ടും കുട്ടികൾക്ക് മാതാപിതാക്കളെ ഒരു സാധനം വാങ്ങിത്തരാൻ പ്രേരിപ്പിക്കാനുള്ള ഒരു പവറുണ്ട്. ആ ഒരു പവറിനെയാണ് നാഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിലും ഗ്രേസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അമ്മ ആ ഡോള് വാങ്ങിച്ചു കൊടുത്തത്. ഇതുപോലെയാണ് മില്യൺസ് ഓഫ് പേരൻസ് അഡ്വർടൈസിങ്ങിൻ്റെ ഫലമായിട്ട് പരസ്യങ്ങളുടെ ആ ഒരു അട്രാക്റ്റീവ്നെസ്സിൽ അകപ്പെട്ട കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. It is estimated that billions are spent every year in advertising and marketing to children, almost 3 times the amount spent just 20 years ago. കണക്കുകൾ അനുസരിച്ച് ബില്യൺസ് മണിയാണ് ഓരോ വർഷവും അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്, മാർക്കറ്റിങ്ങിനും അഡ്വർടൈസ്മെൻറ്റിനുമായിട്ട് ചിലവഴിക്കുന്നത്. 20 വർഷം മുമ്പ് പരസ്യത്തിനായി ചിലവഴിച്ചുകൊണ്ടിരുന്ന തുകയുടെ 20 മടങ്ങാണ് ഇപ്പോൾ ചിലവഴിക്കുന്നത്. മാർക്കറ്റേഴ്സ് ആർ പ്ലേയിങ് മോർ അറ്റൻഷൻ ടു യങ് കൺസ്യൂമേഴ്സ് ദീസ് ഡേയ്സ് ഫോർ അറ്റ്ലീസ്റ്റ് 3 റീസൺസ്. മാർക്കറ്റേഴ്സ് എല്ലാം, ഇങ്ങനെ സാധനങ്ങൾ വിപണിയിൽ എത്തിക്കുന്നവരെല്ലാം കുട്ടികളെയാണ് കൂടുതലായും പരസ്യങ്ങളിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഉള്ളത്. Children today have a great deal of their own money to spend. Children's spending power has steadily risen over the years. Much of this increase comes from children earning more money for household chores and receiving more money from relatives on holidays. അപ്പോൾ കുട്ടികളെ കൂടുതലും പരസ്യത്തിൽ ടാർഗറ്റ് ചെയ്യുന്നതിന് 3 റീസൺസ് ആണുള്ളതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് കുട്ടികൾക്ക് അവനവൻ്റെ പൈസ ചിലവഴിക്കുന്നതിലൊരു പവറുണ്ട്. അതുപോലെ തന്നെ ഈ ചിലവഴിക്കാനുള്ള പവർ ഓരോ വർഷം ചെല്ലുന്തോറും കൂടി വരും. കുട്ടികൾ കൂടുതലും ഈ പൈസ അവർക്ക് കൂടുതലും കിട്ടുന്നത് വീട്ടുജോലികളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ടിപ്പായിട്ട് വീട്ടിലുള്ളവർ കൊടുക്കും. അതുപോലെ തന്നെ റിലേറ്റീവ്സിന് വീട്ടിൽ ഹോളിഡേയ്സിനൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ട്. ആസ് മൈറ്റ് ബി എക്സ്പെക്റ്റഡ്, teens spend even more than younger children on such product as clothes, candy, soft drinks and music. പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ടീനേജ് ഏജിലുള്ളവരാണ് കുഞ്ഞു കുട്ടികളെക്കാട്ടിൽ കൂടുതൽ പൈസ ക്ലോത്ത്സിനും ഡ്രസ്സുകൾക്കും അതുപോലെ മധുരപലഹാരങ്ങൾക്കും കൂൾ ഡ്രിങ്ക്സുകൾക്കും മ്യൂസിക്കിനും ഒക്കെ ആയിട്ട് ചിലവഴിക്കുന്നത്. കാരണം അവർ കുറച്ചും കൂടി അവരുടെ ബ്യൂട്ടിയെ പറ്റി കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ അവർ ഡ്രസ്സിനും അതുപോലെ അവരുടെ എൻ്റർടൈൻമെൻറ്റിന്, അതായത് മ്യൂസിക്കിനും ഒക്കെ വേണ്ടിയിട്ട് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യും. ഇതാണ് ഒരു കാരണം. സെക്കൻഡ്, in addition to spending their own money, young people influence their parents' consumer behavior from an early age. രണ്ടാമതായി, അവരവരുടെ പൈസ ചിലവഴിക്കുന്നതിന് പുറമെ ചെറിയ കുട്ടികൾക്ക് അവരുടെ പേരൻസിനെ സാധനങ്ങൾ വാങ്ങുന്നതിൽ അല്ലെങ്കിൽ ഉപഭോക്താവാകുന്ന ആ ഒരു താല്പര്യത്തിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. Children give direction to daily household purchases such as snacks, cereals, toothpaste and even soap and shampoo. ഇപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിലും സ്നാക്സ്, അതുപോലെ സെറിയൽസ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടുതലും കുട്ടികളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള അഭിപ്രായങ്ങളിലൂടെ പേരൻസിൻ്റെ ആ ഒരു കൺസ്യൂമർ ചോയ്സസിനെ, അതായത് സാധനങ്ങൾ വാങ്ങിക്കുന്നതിലുള്ള ആ ഒരു ചോയ്സസിനെ കുട്ടികൾ സ്വാധീനിക്കുന്നു. അതാണ് രണ്ടാമതായി പരസ്യങ്ങൾ കൂടുതലും കുട്ടികളെ ഫോക്കസ് ചെയ്യാനുള്ള കാരണം. As they get older, teens often voice opinions on the type of car to buy, new media equipment and even where to go on vacation. ഈ കുഞ്ഞു കുട്ടികൾ വളരുന്നതനുസരിച്ച് ടീനേജിലെത്തുമ്പോൾ വീട്ടിലൊരു പുതിയ കാറ് വാങ്ങുന്നതിൽ, പുതിയൊരു മീഡിയ എക്യുപ്മെൻറ്റ്സ്, ഫോണോ അല്ലെങ്കിൽ ടിവിയോ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ, അതുപോലെ വെക്കേഷൻ എവിടെ പോകണം എന്നതിനെ പറ്റിയൊക്കെ കൂടുതലും ഒപ്പീനിയൻ പറയും. അതല്ലെങ്കിൽ അവരായിരിക്കും കുറച്ചും കൂടി ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ടീനേജേഴ്സിനെ കൂടുതൽ അഡ്വർടൈസിംഗുകാർ പ്രിഫർ ചെയ്യുന്നത്. തേർഡ്, മാർക്കറ്റേഴ്സ് റെക്കഗ്നൈസ് ദാറ്റ് ദ ചിൽഡ്രൻ ഓഫ് ടുഡേ റെപ്രസെൻറ്റ് ദ അഡൽട്ട് കൺസ്യൂമേഴ്സ് ഓഫ് ടുമോറോ. മൂന്നാമതായി മാർക്കറ്റേഴ്സ്, അതായത് വിപണിയിൽ എത്തിക്കുന്ന ആ ആൾക്കാർ, സാധനങ്ങൾ എത്തിക്കുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ ടീനേജേഴ്സാണ് നാളത്തെ കൺസ്യൂമേഴ്സ്. അതായത് നാളെ ഒരു വീടിനെ അവർ സ്വന്തമായിട്ടാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക. അപ്പോൾ അപ്പോഴേക്കും ഇവരിൽ ഒരു സ്വാധീനം വരുത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാവും.
Children develop loyalty to brands at an early age, and these preferences often persist into adulthood. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ബ്രാൻഡഡ് സാധനങ്ങളിലേക്ക്, ചിലർ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങളോട് ലോയൽറ്റി, ഒരു വിശ്വാസം ചെറുപ്പത്തിലെ നേടിയെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അത് അഡൽട്ട്ഹുഡിലും പ്രായമായതിനു ശേഷവും അവരിൽ നിലനിൽക്കും. പെർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് ഉണ്ടാകുന്ന എന്നാണ്. അപ്പോൾ കുറേ കാലത്തേക്ക് ആ ഒരു താല്പര്യം നിലനിൽക്കും. Many companies engage in cradle to grave marketing to cultivate consumer elegance at very early age. Cradle to grave എന്ന് പറഞ്ഞാൽ തൊട്ടിൽ മുതൽ ശവക്കല്ലറ വരെ, അതായത് ചെറുപ്പത്തിൽ മുതൽ മരണം വരെ കുട്ടികളെ സ്വാധീനിക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിയും. Marketers have developed sophisticated strategies like the use of sound effects, bright colors, jingles, animated characters, and a variety of other production techniques to target young consumers. മാർക്കറ്റേഴ്സ് വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള പല മാർഗങ്ങളും ഉപയോഗിക്കുന്നു. അതായത് നല്ല കളർഫുൾ ആയിട്ടുള്ള പരസ്യങ്ങൾ, ജിങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ക്യാച്ചി ട്യൂൺ, വളരെ ആകർഷകമായ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ട്യൂൺസ്, അനിമേറ്റഡ് ക്യാരക്ടേഴ്സ്, അതുപോലെ പല പ്രൊഡക്ഷൻ ടെക്നിക്കും ഉപയോഗിച്ചാണ് ഈ പരസ്യങ്ങൾ അട്രാക്റ്റീവ് ആക്കുന്നത്. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡെവലപ്ഡ്. In fact, ads are typically louder in volume than the programs they accompany. പരസ്യങ്ങൾ എപ്പോഴും അത് ഏത് പ്രോഗ്രാമിലാണോ വരുന്നത് അതിനേക്കാട്ടിൽ കൂടിയ വോളിയത്തിലായിരിക്കും. നമ്മൾ തന്നെ ടി വിയിൽ പല സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം പരസ്യത്തിന് കുറച്ചും കൂടി വോളിയം നമ്മൾ കൂട്ടിയില്ലെങ്കിലും അതിനുണ്ടാവും. അതുപോലെ വളരെ കളർഫുൾ ആയിരിക്കും. In fact, ads are typically louder in volume than the programs they accompany. Magazines contain glossy full-page ads promoting clothes, shows and beauty products. അതുപോലെ ഡ്രസ്സുകളുടെയും ഷൂസുകളുടെയും ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെയൊക്കെ പരസ്യം മാഗസിനിൽ വരാറുണ്ട്. ആ മാഗസിൻ്റെ ആ പേജുകൾ, ഈ പരസ്യമുള്ള ആ പേജുകൾ വളരെ ഗ്ലോസി ആയിരിക്കും, വളരെ ഷൈനിങ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും. ഒരിക്കലും ഒരു കളർഫുൾ അല്ലാത്തൊരു പരസ്യം നമ്മളെ ആകർഷിക്കില്ല. അപ്പം നമ്മളെ കൺസ്യൂമേഴ്സിനെ ആകർഷിക്കേണ്ട തരത്തിലുള്ള രീതിയിലുള്ള കളർഫുൾ ആയിട്ടേ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടാറുള്ളൂ. വെബ്സൈറ്റ് ദാറ്റ് ടാർഗറ്റ് ചിൽഡ്രൻ ഫീച്ചർ ഓൾ കൈൻഡ്സ് ഓഫ് അഡ്വർടൈസിങ്. പല വെബ്സൈറ്റുകളും അഡ്വർടൈസിങ്ങിന് കുട്ടികളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓൾ ദീസ് ടെക്നിക്സ് ആർ ലൈക്ലി ടു ക്യാപ്ചർ ദ അറ്റൻഷൻ ഓഫ് യങ്ങർ ചിൽഡ്രൻ. ഇതെല്ലാം കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരസ്യങ്ങളാണ്. നമുക്കറിയാം, സ്കൂൾ തുറക്കുമ്പോഴൊക്കെ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ വരും, ബാഗുകളുടേതും ഷൂസിൻ്റെ കുടയുടെയൊക്കെ. അപ്പോൾ ഇതിനകത്തൊക്കെ അനിമേറ്റഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. നമ്മളിൽ പലരും ഈ പരസ്യങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയുന്നതും അത് വാങ്ങിക്കുന്നതും. ബൈ ഫാർ ദ ഈസിയസ്റ്റ് വേ ടു റീച്ച് യങ് പീപ്പിൾ ഈസ് ടെലിവിഷൻ. അതുപോലെ യങ് പീപ്പിളിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം ടെലിവിഷനാണ്. ബട്ട് മാർക്കറ്റേഴ്സ് ആർ എക്സ്പ്ലോറിംഗ് ന്യൂ വേസ് ടു റീച്ച് യങ് കൺസ്യൂമേഴ്സ് ത്രൂ ഓൺലൈൻ സോഴ്സസ് ആൻഡ് ത്രൂ പേഴ്സണൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് സച്ച് ആസ് ഐപോഡ് ആൻഡ് സെൽ ഫോൺസ്. എങ്കിലും ഇപ്പോൾ മാർക്കറ്റേഴ്സ് പുതിയ പുതിയ രീതികൾ കണ്ടെത്തുകയാണ്. അതായത് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ കൂടുതലും ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണും ഐപാഡും ഒക്കെയാണ്. അതുപോലെ ഓൺലൈനിൽ നിന്നാണ് അവർ കൂടുതലും വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ ടെലിവിഷൻ സീരിയൽസ് ഒക്കെ കാണുന്നവർ അല്ലെങ്കിൽ സിനിമകളൊക്കെ കാണുന്നവർ കുറവായിരിക്കും. ടി വിയിൽ കൂടുതലും യൂട്യൂബൊക്കെയാണ് നമ്മൾ കാണുക. അപ്പം അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ പരസ്യങ്ങൾ എത്തിക്കാനാണ് ഇപ്പോൾ മാർക്കറ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. Another concern is whether advertising contributes to a preoccupation with the physical appearance, especially among adolescents. അതുപോലെ preoccupation എന്ന് പറഞ്ഞാൽ കൂടുതൽ ശ്രദ്ധ. അതുപോലെ അഡ്വർടൈസിങ്ങുകാർ മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു. അതായത് യങ്ങർ ജനറേഷൻ അല്ലെങ്കിൽ അഡോൾസൻസ്, കൗമാരപ്രായക്കാർ കൂടുതലും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ടീൻ മാഗസിൻസ് ആർ റൈഫ് വിത്ത് ആർട്സ് ഫീച്ചറിങ് തിൻ അട്രാക്റ്റീവ് മോഡൽസ്. അതുകൊണ്ട് തന്നെ ടീനേജേഴ്സിന് അല്ലെങ്കിൽ അഡോൾസൻസിനുള്ള മാഗസിനുകളെല്ലാം തന്നെ വളരെ മെലിഞ്ഞ, തിന്നെന്ന് പറഞ്ഞാൽ മെലിഞ്ഞ അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽസിൻ്റെ പടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. റൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ. അപ്പം ആ മാഗസിൻസ് ടീനേജേഴ്സിന് അല്ലെങ്കിൽ അഡോൾസൻസിനെ ഉദ്ദേശിച്ചിട്ടുള്ള മാഗസിൻസിലെല്ലാം അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽസിനെ ഉപയോഗിച്ചിരിക്കും. Adolescents and college students compare their physical attractiveness to that of models featured in advertising. അപ്പോൾ അഡോൾസൻസും കോളേജ് സ്റ്റുഡൻസും എല്ലാം ഈ മാഗസിൻസിൽ അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റിൽ വരുന്ന മോഡലുകളുടെ ശരീരവുമായി തങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കമ്പയർ ചെയ്യും.
ലുക്കിംഗ് അറ്റ് ആർട്സ് ഫീച്ചറിങ് ഹൈലി അട്രാക്റ്റീവ് മോഡൽസ് ക്യാൻ അഫക്റ്റ് വൺ സെൽഫ് എസ്റ്റീം ആൻഡ് ബോഡി ഇമേജ്. അങ്ങനെ ഇതിനകത്തങ്ങ് വീണു പോയാൽ, അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ തിന്നായിട്ടുള്ള ഈ മോഡൽസിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഈ അഡോൾസൻസ് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെട്ടാൽ തങ്ങളുടെ ബോഡിയുമായിട്ട് അവർ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കുറയും. അതായത് ഈ മോഡലുകളാണ് ഏറ്റവും ഭംഗിയുള്ളവർ, അവരെ പോലെ ആയില്ലല്ലോ എൻ്റെ ശരീരം എന്നൊക്കെ വിചാരിച്ച്. ഇപ്പോൾ മോഡൽസ് എന്ന് പറയുന്നത് ഒരുപാട് ദിവസത്തെ അധ്വാനം കൊണ്ടാണ് ശരീരമൊക്കെ അങ്ങനെ ഫിറ്റ് ആക്കി എടുക്കുന്നത്. അതുപോലെ അവർക്ക് ഡയറ്റ് കൺട്രോൾ ഉണ്ടാവും, എക്സസൈസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ ശരീരം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു അഡോൾസൻസ് ഏജിലുള്ള ഒരു കുട്ടിക്ക് തൻ്റെ ബോഡി അത്ര പോരാ എന്ന് തോന്നും. അങ്ങനെ തന്നെ പതുക്കെ പതുക്കെ ആ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കാൻ തുടങ്ങും. Adolescents seem even more conscious of brand names as well as the latest fads in clothes and technology. Adolescents more conscious എന്ന് പറഞ്ഞാൽ ബോധം, ഒരു അവയർനെസ്. അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്തിറങ്ങിയ ട്രെൻഡ്സിനെ പറ്റിയും ഫാഷനെ പറ്റിയും ഒക്കെ കൂടുതൽ ബോധവാന്മാരായിരിക്കും. അതുപോലെ ബ്രാൻഡഡ് ഐറ്റംസിനെ പറ്റിയൊക്കെ. വേർ ഡസ് ഓൾ ദിസ് കൺസ്യൂമർ ഡിസയർ കം ഫ്രം? എവിടെ നിന്നാണ് ഈ കൺസ്യൂമർ ഡിസയേഴ്സ് അല്ലെങ്കിൽ ഈ ഉപഭോക്തൃ താല്പര്യമെല്ലാം വരുന്നത്? When asked, most children report that they bought something because you see it a lot or everybody has one. അപ്പോൾ നമ്മളൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ സാധനം വാങ്ങിച്ചത്? അപ്പോൾ പറയും, അത് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നുണ്ട്. അപ്പം എനിക്ക് വേണമോ വേണ്ടയോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം, മറ്റുള്ളവരുടെ കയ്യിലെല്ലാം ഉണ്ട്, അപ്പോൾ എനിക്ക് ഒരെണ്ണം വേണം. അതല്ലാതെ ആ പ്രൊഡക്റ്റ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് കൂടുതൽ അഡോൾസൻസ് ഏജിലുള്ള കുട്ടികളും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ പരസ്യങ്ങൾ ഇത്രയേറെ അവരെ ആകർഷിക്കുന്നു. Advertising often conveys the idea that a product will bring fun and happiness to a youngster's life. അഡ്വർടൈസ്മെൻറ്റിലെല്ലാം പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫണ്ണി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഈ കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ പരസ്യങ്ങൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള എനർജി ബൂസ്റ്റേഴ്സിൻ്റെ ഒക്കെ വളരെ എനർജി നമുക്ക് ലഭിക്കും, അങ്ങനെ നമ്മുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് പോകും. അപ്പോൾ എല്ലാ പരസ്യങ്ങളും ഒരു ഹാപ്പി എൻഡിങ്ങിലാണ്, വളരെ കളർഫുൾ ആയിട്ടായിരിക്കും. അപ്പം നമ്മുടെ ജീവിതവും അങ്ങനെ ആകും എന്ന് നമ്മൾ കുറച്ച് പേരെങ്കിലും കരുതിയാണ് ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങുന്നത്. The use of a celebrity or a popular character to endorse a product in an arts and extremely effective source of persuasion. Persuasion എന്ന് പറഞ്ഞാൽ കമ്പൽ ചെയ്യുക, നിർബന്ധിക്കുക. എൻഡോസ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിലെയോ വെബ് സീരീസിലെയോ ഒരു പോപ്പുലർ ആയിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു ക്യാരക്ടറെയോ കൊണ്ടുവരികയാണെങ്കിൽ അത് അഡ്വർടൈസ്മെൻറ്റിന് വളരെ ഗുണകരമാണ്. കാരണം മറ്റുള്ളവരെ കൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ അയാൾക്ക് കഴിയും. Teens perceive celebrities as more trustworthy, competent and attractive than non-celebrity endorsers. അതായത് സെലിബ്രിറ്റി അല്ലാത്തൊരു അഡ്വർടൈസ്മെൻറ്റിൽ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതത്ര എഫക്റ്റീവ് ആവില്ല. അതേസമയം സെലിബ്രിറ്റികളെ, വളരെ പ്രശസ്തരായ ആൾക്കാരെ വിശ്വസിക്കാവുന്നവരായിട്ടാണ് ടീനേജ് ഗ്രൂപ്പിലുള്ളവർ കാണുന്നത്. ഇപ്പോൾ വളരെ പ്രശസ്തരായ ക്രിക്കറ്റ് താരങ്ങളോ ഫുട്ബോളേഴ്സോ ഒക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് പരസ്യത്തിൽ കാണുമ്പോൾ അവർക്കത് വാങ്ങിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാവും. എന്നാൽ ഒരു നോൺ സെലിബ്രിറ്റി ആണെങ്കിൽ അവരെ അത് അത്രമേൽ അട്രാക്റ്റ് ചെയ്യില്ല. Furthermore, the featuring of celebrities result in favorable evaluation of a product. അപ്പം ഇങ്ങനെ സെലിബ്രിറ്റികൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക്, അല്ലെങ്കിൽ ടീനേജേഴ്സിന് ഒരു തോന്നൽ, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും അവരത് വാങ്ങാൻ നിർബന്ധിതരാകുകയും ചെയ്യും. In conclusion, the influence of advertisement on adolescents' consumer behavior is evident in their heightened awareness of brand names and the latest trends in clothing and technology. ചുരുക്കി പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിന് ഈ ടീനേജേഴ്സിൽ അല്ലെങ്കിൽ അഡോൾസൻസ് ഗ്രൂപ്പിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നമുക്കറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയ എല്ലാ ട്രെൻഡ്സിനെ പറ്റിയും അറിയാം. അതായത് ഡ്രസ്സിങ്ങിലും, ഡ്രസ് സ്റ്റൈലിൽ, അതുപോലെ പോപ്പ് മ്യൂസിക്കുകൾ, അതുപോലെ ഈ സെറിയൽസ്, സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഡ്വർടൈസ്മെന്റ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ്. Consumer desire as expressed by most children often stems from the extensive visibility of product and the glamour created by advertising, which promises fun and happiness. ഇത്രയേറെ കൺസ്യൂമർ ഡിസയർ, ഉപഭോക്തൃ താല്പര്യം
കുട്ടികളിൽ ഉണ്ടാവാൻ കാരണം പരസ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് ആണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള പരസ്യങ്ങൾ സന്തോഷം ഓഫർ ചെയ്യുന്നു. അതായത് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും എല്ലാ പരസ്യങ്ങളും പരസ്യങ്ങളിലെ അഭിനേതാക്കളൊക്കെ കാണുക. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കും അത്രയേറെ ഹാപ്പിനെസ് ലഭിക്കും എന്ന് കരുതിയാണ് കുട്ടികൾ ഇതിനകത്ത് വീണുപോകുന്നത്. ഹിഡൻ ഫിറ്റ്ഫാൾസ് ലാർക്ക് ബിഹൈൻഡ് ദ സീൻസ്. അറിയാൻ പറ്റാത്ത ചതിക്കുഴികൾ എല്ലായിടത്തും ഒളിഞ്ഞിരിക്കുന്നു. അതായത് ഈ പരസ്യങ്ങളുടെ എല്ലാം പുറകിൽ നമ്മൾക്ക് ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നു.